നമസ്തേ. നമസ്കാരം. മനോജ്, ഈ വീഡിയോ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇത് രഞ്ജിനി ഹരിദാസ് അല്ലേ? അല്ല, ഇതാണ് ജാൻമണി. ജാൻമണിയോ? രഞ്ജിനി ഹരിദാസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. പക്ഷെ എനിക്കത് ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം രണ്ടുപേരും കണ്ട ഇരട്ട പറ്റതുപോലെ ഇരിക്കും, ഒരേപോലെ ഇരിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇതിപ്പോ ഞാൻ കണ്ടായിരുന്നു ഈ വിഷയം. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? ആദ്യമായിട്ട് കാര്യമുള്ള കാര്യം പറയാം. പ്രധാനമന്ത്രിയുടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജിയുടെ മാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ വീഡിയോ. 1950 അദ്ദേഹം ജനിച്ചത്. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു പോയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണെന്ന് അറിയില്ല. അദ്ദേഹമെന്നൊന്നും അല്ല, അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? സഭ്യമല്ലാത്ത ഭാഷകളാണ് അതിൽ ഉപയോഗിക്കുന്നത്. എന്തായാലും നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നൊരൊറ്റ പിതാവേ ഉള്ളൂ. അദ്ദേഹം മരണപ്പെടുന്നത് 1989. ജാൻമണിക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ചരിത്രമൊന്ന് കൂട്ടിക്കുഴഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. കാരണം ഈ ജാൻമണിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ജിഹാദി കൂട്ടങ്ങളുടെ ഇടയിലുള്ള പ്രചരിക്കുന്ന ഒരു ചരിത്രത്തിൽ 1400 വർഷം മുമ്പ് ഇങ്ങനൊരു ജന്മം ഉണ്ടായിട്ടുണ്ട്. 4 വർഷങ്ങൾ മാതാവിൻ്റെ ഗർഭത്തിൽ കിടന്ന് പുറത്തേക്ക് വന്നൊരു മഹാനെ അന്നത്തെ ഖുറൈശി ഗോത്രക്കാർ കുന്നും ചെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന ഈന്തപ്പന എന്ന് വിളിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വ്യക്തിയും നരേന്ദ്ര ദാമോദർദാസ് മോദിയും തമ്മിൽ ജാൻമണിക്ക് മാറിപ്പോയതായിരിക്കും. പ്രായമൊക്കെ ആയി വരികയല്ല. പിന്നെ മാത്രമല്ല, ഈ ജാൻമണിക്കും കിടുമണിക്കും ഒക്കെ ഒരുപാട് വേറെ ജോലികളും അകത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളുവാനും കുത്തിക്കയറ്റുവാനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇതിന് പരാതികൾ പോകണം, അതിനുള്ള മാർഗവും പറഞ്ഞു തരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ ജാൻമണി ഒരു ട്രാൻസ്ജെൻഡറാണ്. ഈ ട്രാൻസ്ജെൻഡറെ മുന്നിലോട്ട് ഇറക്കി ഈ ആവാസ വ്യവസ്ഥ ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങൾ പറയുന്നത് നിങ്ങൾ തിരിച്ച് അധിക്ഷേപിച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സിനെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ പരാതി വരും. വേറൊരു ട്രാൻസ്ജെൻഡറും കൂടി ഇതേപോലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അത് ട്രാൻസ്ജെൻഡർ ആണോ? അല്ലേ? അല്ല, സത്യമായിട്ടല്ല. അല്ല, ഞാൻ വിചാരിച്ച അതായിരുന്നു കേട്ടോ. ക്ഷമിക്കണം. അപ്പൊ ഫ്രെഡി ഫ്രാൻസിസ് ട്രാൻസ്ജെൻഡർ അല്ല. ഈ കിടുമണി മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ. അപ്പൊ ശരി, ഈ കിടുമണിയും ഫ്രെഡി ഫ്രാൻസിസും എല്ലാം ഈ രംഗത്ത് ഇറങ്ങുന്നത് ഫ്രെഡി ഫ്രാൻസിസിന് അടിസ്ഥാനപരമായിട്ടൊരു ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അറിയില്ല, കാരണം പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ക്ഷമിക്കുക. ട്രാൻസ്ജെൻഡർ മനോജ് ഇങ്ങനെ ആക്ഷേപിക്കരുത്. വളർന്നു വരുന്നൊരു യുവ പോരാളിയാണ് ഫ്രെഡി ഫ്രാൻസിസ്. ഇവ ട്രാൻസ്ജെൻഡർ പോരാളിയാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ അപമാനിച്ചൊന്നുമില്ലല്ലോ. ട്രാൻസ്ജെൻഡേഴ്സിന് എനിക്ക് വലിയ ബഹുമാനമാണ്. എനിക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള, വളരെ മാന്യമായിട്ട് നമുക്ക് അനുഭവമുള്ള ദേശീയവാദികളായിട്ടുള്ള എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരോട് പറയാനുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്നുള്ളത് പ്രശസ്തിയാണ്. അവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുന്ന ജിഹാദി ആവാസ വ്യവസ്ഥയുടെ ഉദ്ദേശം നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും അപമാനിച്ച് ആത്മരതി കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപമാനത്തിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടാകും. വളരെ ലളിതമാണ്. അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ് വളരെ കൃത്യമായിട്ടൊരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിൽ അത് ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കാനുള്ളൊരു സമയം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ആ പരാതിയുടെ ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓരോരുത്തരായിട്ട് അത് ചെയ്യുക. എന്തായാലും BJP, യുവമോർച്ച എല്ലാം രാജ്യവ്യാപകമായി ഈ കിടുമണിക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിടുക്കാമണി മിക്കവാറും യോഗി പോലീസാണോ ഊരാൻ പോകുന്നത് അതോ ദില്ലി പോലീസാണോ ഊരാൻ പോകുന്നത് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണും. ഇനി കുറച്ചും കൂടി ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നം അത് പറയാനുള്ളത്, എന്തായാലും അനീഷ് അത് പറഞ്ഞത് നന്നായി, യുവ പോരാളി എന്നുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിനോടാണ്. ആ സമൂഹത്തോടാണ് പറയാനുള്ളത്. ജാൻമണിയൊക്കെയാണ് നിങ്ങളുടെ പ്രതിനിധികളായി സമൂഹത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ നിലനിൽപ്പിനായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നടത്തേണ്ടി വരുന്നൊരു അവസ്ഥയിലാണ്. ഈ ജാൻമണിയാണ് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് സമൂഹം കാണുന്നതെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന വെറുപ്പും അവജ്ഞയും അത് കൂടി വരികയുള്ളൂ. കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ നമ്മുടെ യുവമോർച്ചക്കാരോടും സാധാരണക്കാരോടും പറയാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പരാതി കൊടുക്കൽ മാത്രമല്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം ഇതിനൊക്കെ ഒരു ഭയം, ഉൾഭയം വേണം. നിയമം എന്നുള്ളത് നാട്ടിൽ
ഒരു വിഭാഗക്കാർക്ക് മാത്രം സാധകമായിട്ടുള്ളതല്ല എന്നുള്ളൊരു ഭയം ഉണ്ടാക്കിയേ മതിയാകുകയുള്ളൂ. ജാൻമണി ആയാലും രഞ്ജിനി ഹരിദാസ് ആയാലും, സത്യസന്ധമായിട്ട് ഞാൻ വിചാരിച്ചത് രഞ്ജിനി ഹരിദാസ് ആണെന്ന് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കാം, രണ്ടുപേരെയും കണ്ടിട്ട് ഇരട്ട പറ്റതുപോലെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസിന്റെ ആ ഡൽഹിയിലുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ജാൻമണിയെ പറിച്ചു വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നു. ഒരു എന്താ സൗന്ദര്യം രണ്ടുപേർക്കും, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. രണ്ടാളും കൂടെയാണ് CJP പ്രൊട്ടസ്റ്റിന് ഡൽഹിയിൽ പോയത്. അപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ ബോഡി ഡബിൾ ആയിട്ട് പലയിടത്തും ജാൻമണിയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും, ജാൻമണിയുടെ ബോഡി ഡബിൾ ആയിട്ട് രഞ്ജിനി ഹരിദാസും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും, അറിയില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇനി ജാൻമണിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തമ്പാക്ക് വെച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മാതാവിനെ അധിക്ഷേപിച്ചത് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിനെ അധിക്ഷേപിക്കലാണ്, തന്നെയുമല്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അസഭ്യം പറയലുമാണ്. ഈ തമ്പാക്ക് വെച്ചു എന്ന് പറയുന്നതിൽ മറ്റൊരു വലിയ അപകടമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ബദ്ധശ്രദ്ധനാണ് എന്നുള്ളത് രാജ്യത്തിന് മുഴുവൻ അറിയാം. തന്നെയുമല്ല ആരോഗ്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നിരന്തരമായിട്ട് പ്രചാരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, യോഗയിലൂടെയും മറ്റ് നിരവധി പ്രവർത്തനങ്ങളിലൂടെയും. അത്തരത്തിലുള്ളൊരു വ്യക്തി ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു വസ്തു ഉപയോഗിക്കുന്നു എന്ന വ്യാജ പ്രചരണം നടത്തുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് എന്നുകൂടി ആലോചിക്കുക. അത് ഇതുവരെ ആരും പറഞ്ഞു കണ്ടില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് പ്രധാനമന്ത്രി ഉപയോഗിക്കാത്തൊരു ലഹരി കൃത്യമായിട്ട് ജാൻമണിയുടെ ആ ഒരു ആംഗ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവർക്ക് കൃത്യമായിട്ട് നല്ല ശീലമുണ്ട്. എടുത്താ വെക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇന്നസെന്റ് പറയുന്ന പോലെ കൊതിയാകും. ഞാൻ അത്യാവശ്യം സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഈ ലഹരിയുമായിട്ട് കണ്ടപ്പോൾ അത് കൃത്യമായിട്ട് അറിയാം. ഇത് ഉപയോഗിക്കുന്നവർ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ആ വെക്കുന്ന ആംഗ്യമൊക്കെ ആ വിരൽ പോലും കൃത്യമാണ് അകത്തേക്ക് പോകുന്നത്. അത് സഭ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയുന്നില്ല, ഈ വിരലകത്തേക്ക് പോകുന്നതിനെ കുറിച്ച്. ഇനി ഈ കിടുമണിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരിതിന് മുതിർന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ ഈ രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ ഡൽഹിയിൽ പോയത് അടിസ്ഥാനപരമായിട്ട് ഒരു 39-40 വയസ്സാകുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള അവതാരകമാർക്കും നടിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന കരിയറിൽ ഒരു ഇടിവുണ്ട്. അത് സ്വാഭാവികമാണ്, കാലത്തിൻ്റെ ഒരു നീതിയാണ്. നീതി എന്നല്ല, രഞ്ജിനി ഹരിദാസിന്റെ കാര്യത്തിൽ നീതി എന്ന് പറഞ്ഞാലും മതി, പക്ഷെ അതൊരു ക്രൂരമായ യാഥാർത്ഥ്യമാണ്. ആണുങ്ങൾക്ക് ഒരു സിനിമാറ്റിക് ലൈഫ് കൂടുതലുണ്ട്, സ്ത്രീകൾക്ക് അത് കുറവാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം പേരെ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊരു 40 വയസ്സ് കഴിയുമ്പോൾ വളരെ ഉയർന്ന നിലയിൽ നിന്നിരുന്ന നായിക നടിമാരാണെങ്കിൽ പോലും അവർക്കും കഥാപാത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ റോളുകളിലേക്ക് മാറും, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയിപ്പോകും. അപ്പോൾ ഈ അവതാരകമാരുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ഒരു കരിയറിലൊരു ഇടിവ് വരുമ്പോൾ ഇവർക്കൊന്നും അത് താങ്ങാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ വെളിച്ചം അവരുടെ മുഖത്ത് തന്നെ വീണ് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എന്താവശ്യങ്ങളും നടത്തി കൊടുക്കാൻ ഒരു പരിചാരക വൃന്ദം ചുറ്റുമുണ്ടായിരുന്നൊരു അവസ്ഥയിൽ നിന്ന് ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പഴയ ആ ഒരു പ്രതാപത്തിനും വേണ്ടിയിട്ടുള്ളൊരു ആക്രാന്തമെന്ന് തന്നെ പറയാം, അത് വല്ലാണ്ടങ്ങ് കൂടും. അപ്പോൾ എന്ത് ചെയ്തും ആ ഒരു 15 സെക്കൻഡോ 15 സെക്കൻഡ്സ് ഓഫ് ഫെയിം നമുക്ക് ഉണ്ടാക്കണമെന്നുള്ളൊരു ധാരണ അവരിൽ വരും. ആ ഒരു ധാരണയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജാൻമണി ആയാലും രഞ്ജിനി ഹരിദാസ് ആയാലും ഇത് ചെയ്യുന്നത്. പിന്നെ ജാൻമണിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ട് അവരൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് കേസ് എടുക്കാനുള്ള ഒരു പഴുത് കൂടി കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ക്യാമറയ്ക്ക് മുൻപിലേക്ക് വരുന്നത്. അത് ഒരിക്കലും ജാൻമണിയുടെ സ്വന്തം ബുദ്ധിയാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിച്ച് കളയുകയേ ചെയ്യരുത്. കാരണം അതിന് പിന്നിൽ വളരെ ആസൂത്രിതമായി എല്ലാ നിയമത്തിൻ്റെ പഴുതുകളും നിയമവശങ്ങളും പഠിച്ചിട്ടുള്ള വലിയൊരു സംഘം തന്നെയുണ്ട്. ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. പക്ഷെ അതിനെ കൃത്യമായിട്ട് തെളിയിക്കുവാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരിട്ടൊരു പ്രതിഫലമൊന്നും പണമായിട്ടൊന്നും കൈമാറപ്പെടില്ല. ഇതിലൂടെ വരുന്ന പ്രശസ്തി, ഇനി അപ്പുറത്തേക്ക് വരാൻ പോകുന്ന ബിഗ് ബോസ് പോലുള്ള പരിപാടികളിലേക്കുള്ള ക്ഷണം, അത് കൃത്യമായിട്ട് ഓൾറെഡി ജാൻമണി വന്നതാണ്. ഇനി അല്ലെങ്കിൽ ബിഗ് ബോസിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പരിപാടികളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഈ വിഭാഗത്തെ മാന്യമായി പ്രതിനിധീകരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സുകന്യ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്, വൃത്തിയായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവര് ഇത് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഇത്തരത്തിലുള്ള പ്രശസ്തികളിലും പരിപാടികളിലേക്കും ക്ഷണിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ദിവസങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാറ്റാ സമരത്തിൻ്റെ പേരിൽ കോൾമയർ കൊണ്ട് ഒരുമാതിരി രതിമൂർച്ച തന്നെ അടയുന്ന, ഓരോ ആത്മരതിമൂർച്ച അടയുന്ന സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ജാൻമണിയെ ചിലപ്പോൾ ജാൻമണിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ ആക്രമണം ശക്തമാകുന്നു, ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ നീതിയില്ലേ, ഇന്നത്തേക്ക് ന്യൂസ് അവർ ചർച്ച
എന്ന് പറഞ്ഞിട്ട് മറ്റേ ഓരോരുത്തര് ബലൂൺ പോലെ പെരുക്കി വെച്ചുകൊണ്ടിരിക്കും. പ്രധാനമന്ത്രി അസഭ്യം പറയുന്നത് ഈ രാജ്യത്ത് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കേരള രാജ്യം എന്ന് തന്നെ ഞാൻ പറയാണ്, കേരള രാജ്യത്ത് ഒരാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും മിനിമം റിക്വയർമെന്റ് ഇപ്പോൾ പ്രധാനമന്ത്രി രാവിലെ എഴുന്നേറ്റുള്ള ഉടനെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ പ്രധാനമന്ത്രിയുടെ 3 നേരം എന്ന് പറഞ്ഞ പോലെയാണ്. 5 നേരം, 5 നേരം, 3 അല്ല 5 നേരമാണ്. എല്ലാത്തിനും 5 നേരം. ഇപ്പൊ അങ്ങനെ ആയല്ലോ. അങ്ങനെ ആയിക്കൊണ്ട് വരുന്നു. ഇപ്പോഴത്തെ കേരളത്തിൽ 5 നേരമാണ് കണക്ക്. പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നതിനെ കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ മാതൃസംഘടനയ്ക്കോ അറിയാഞ്ഞിട്ടല്ല, കൈകാര്യം ചെയ്യേണ്ട സമയത്ത് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. 89-ലും 2002-ലും ഒക്കെ ആ പാർട്ടി ചില കാര്യങ്ങളിൽ എടുത്ത നടപടികൾ, പാർട്ടിയോ അല്ലെങ്കിൽ ആ സംഘടനയോ എടുത്ത നടപടികളും കൈക്കൊണ്ട തീരുമാനങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അത് ചെയ്യാതിരിക്കുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഒരു പരിധി വിടുമ്പോൾ, മൂക്കിൻ്റെ അറ്റത്തു നിന്നും വെള്ളം മുകളിലേക്ക് കയറുമ്പോൾ പ്രതികരണം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം RP തോട്ട്സിൽ പറഞ്ഞതുപോലെ ആ സംഘടനയുടെ വലിപ്പവും ശേഷിയും നിങ്ങൾക്കറിയില്ല. അതിനെ വെറുതെ വെല്ലുവിളിച്ച് ഇത് കേരളമാണ്, കേരളം ഇങ്ങനെയൊക്കെ മതി, ഇവിടെ BJP വേണ്ട, ഈ സ്റ്റൈലിലൊക്കെ പറഞ്ഞ് കുറച്ചു കാലം നിങ്ങൾക്ക് ആശ്വസിക്കാം, അർബാദിക്കാം, ആത്മരതിയിൽ അടയാം. പശ്ചിമ ബംഗാളിൽ നിങ്ങളെക്കാളും വലിയ മുറ്റിയവരും ജനറൽ ന്യൂട്രൽ ആയിട്ടാണ് പറയുന്നത്, ഇതിനേക്കാളും വലിയ അസഭ്യം പ്രധാനമന്ത്രിയും RSSനെയും BJPയും പറഞ്ഞിരുന്നു. എന്തായി അവരുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആസാമിൽ പറഞ്ഞിരുന്നു, അതിനു മുമ്പ് ത്രിപുരയിൽ പറഞ്ഞിരുന്നു. ഇവിടെയെല്ലാം എന്തായി സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ കട്ടിംഗ് സൗത്തുമായിട്ട് ഇറങ്ങുമെന്നറിയാം. സൗത്ത് തെന്നിന്ത്യ ഞങ്ങൾക്ക് വേറെ രാജ്യമായിട്ട് വേണമെന്നുള്ളത്. പെല്ലറ്റ് ഗൺ അല്ല, ശരിക്കുള്ള തോക്കുകൾ എങ്ങനെ AK-47 പട്ടാളത്തിന്റെ ബൂട്ടും എങ്ങനെ ഇരിക്കുമെന്നുള്ളത് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ കാശ്മീരിലെ പഴയ കല്ലറിക്കാരോട് ചോദിച്ചാൽ മതി. 500 രൂപ വാങ്ങിയിട്ട് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി കല്ലെറിയാൻ പോയിരുന്നവരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് പട്ടാളത്തിന്റെ കൈ ഒന്ന് സ്വതന്ത്രമാക്കി കൊടുത്ത് ആർട്ടിക്കിൾ 370 എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടതെന്നുള്ളത്. ശരിയാണ്, മാന്യമായിട്ട് അതിൽ ചെന്ന് പെട്ടുപോയ യുവാക്കളെ സാധാരണ ജീവിതത്തിലേക്ക്, ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. അല്ലാതെ ജിഹാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അറിയാം. ജിഹാദികളെ കൈകാര്യം ചെയ്യുമെങ്കിൽ ജിഹാദികളുടെ കൈക്കൂലികളായിട്ടും വാടകവായിട്ടും പ്രവർത്തിക്കുന്ന കിടുമണിമാരെ കൈകാര്യം ചെയ്യാനാണോ ബുദ്ധിമുട്ട്? പക്ഷെ നിയമപരമായിട്ടുള്ള ചില നടപടികളുണ്ട്, അതിൽ വിശ്വസിച്ച് പോകുന്നത്രയും പോകട്ടെ എന്ന് വിചാരിച്ചാണ് പല സംഘടനകളും മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ തന്നെ യുവമോർച്ച ചെയ്തത് എന്താണ്? രേഖാമൂലമുള്ള പരാതി സമർപ്പിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അസഭ്യം പറയാനോ ഒന്നുമല്ല പോയത്. ഇത് സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, നമ്മുടെ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പേളി മാണിയെ ഇപ്പോഴും അസഭ്യം പറഞ്ഞ് കുറ്റപ്പെടുത്തി നടക്കുകയാണ്. എന്നാൽ തിരിച്ച് വിസ്മയ മോഹൻലാലിന് നേരെ പറഞ്ഞത് ന്യൂസ് അവറിൽ ചർച്ചയാണ്. ശ്രീകണ്ഠൻ നായർ നാളെ മൈക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമോ അതേ വിഷയത്തിൽ നിന്ന് തന്നെ എനിക്കറിയില്ല. മൊട്ടയറിന് ഇടയ്ക്കിടയ്ക്ക് വിഷയമില്ലാതാകുമ്പോൾ വിസ്മയ മോഹൻലാലിന് ഓർമ്മ വരും. ഇന്നൊരുത്തൻ്റെ ഒരു പോസ്റ്റ് കണ്ടു, ഒരു ജിഹാദിയുടെ, വിസ്മയ മോഹൻലാൽ സൺ ഓഫ് ഷെയർ, SHARE. അടിസ്ഥാനപരമായിട്ട് അതവന്റെ ജനുസിൽപ്പെട്ട ഒരു അക്ഷരത്തെറ്റ് അവന്റെ രക്തത്തിൽ അലിഞ്ഞു പോയതാണ് ഈ ജിഹാദി തരം എന്ന് പറഞ്ഞ സൺ ഓഫ് ഷെയർ. ആലോചിച്ച് നോക്ക്, ആ വാക്കിന്റെ ഒരു ശരിക്കുള്ള ഒരു അർത്ഥമൊന്നും ആലോചിച്ച് നോക്കൂ. ഷെയർ ചെയ്തുണ്ടായ മോളോ? മോഹൻലാൽ നെഞ്ചുപൊട്ടി മരിക്കും. അങ്ങേരെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കട്ടെ. അങ്ങേര് എന്താണ് ചെയ്തത്? അങ്ങേര് വിശ്വശാന്തി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് നിനക്കൊന്നും ഇപ്പോഴും സഹിക്കുന്നില്ലല്ലേ? അതിനാണോ അങ്ങേര് ഇങ്ങനെ അപമാനിക്കുന്നത്? ആ പടം ഞാൻ കൊടുക്കാൻ, ഞാൻ വെറുതെ പറഞ്ഞല്ല. സൺ ഓഫ് ഷെയർ ചെയ്തുണ്ടാക്കിയ മോളോ? എന്തുവാടേ ഇതൊക്കെ? അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? ഈ കിടുമണിയും ജാൻമണിയൊക്കെ ഒരു വഴിക്ക് കിടക്കും. അതിനുള്ള ഇത് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർ ആലോചിക്കുക. ഇതൊരു വിജയാഘോഷമാണോ അതോ പരാജയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ഉദ്ദേശം നടന്നില്ല എന്നുള്ള നിരാശ ബാധിച്ചവരുടെ ഒരു ദർശനമാണോ എന്നുള്ളത് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക. പാറ്റാ സമരം വിജയിച്ചെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. വിജയിച്ചെങ്കിൽ എന്ത് ചെയ്യും? മോദി തീർന്നു. മോദി അസഭ്യം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി മോദിക്ക് പടിയിറക്കം, പോടെ എന്ന് പറഞ്ഞു വിടാം. പോടെ എന്ന് ഞാനല്ല വിളിക്കുന്നത്, അവരുടെ ഒരു ഭാഷ ഞാൻ ഉപയോഗിച്ചതാണ്. പിണറായി വിജയൻ തോറ്റപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഭർസിക്കാൻ ആരെങ്കിലും നിന്നു? കാരണഭൂതൻ കഴിഞ്ഞു. കളിയാക്കുമായിരിക്കും, പക്ഷെ അദ്ദേഹത്തെ മുൻപ് വിമർശിച്ചത്ര രൂക്ഷമായിട്ട് ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. കാരണഭൂതം കാരാഗ്രഹത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് മുൻപ് കാണിച്ചു കൂട്ടിയ കയ്യിലിരിപ്പ്, കർമ്മഫലം. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. അത് നമ്മൾ വാർത്തയാകും, വിശകലനം ചെയ്യും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ ശബരിമല
സ്ത്രീ പ്രവേശന വിഷയത്തിന്റെ സമയത്ത് അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ച പിണറായി വിജയന് നേരെ ഉപയോഗിച്ച രൂക്ഷതയിലൂടെ ആണോ ഇപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്? അല്ല, അത്രയും രൂക്ഷതയില്ല. അതുകൊണ്ട് വിജയിച്ചവർക്ക് എന്താണ്? വിജയിച്ചവരുടെ ഭാഷ കുറച്ചും കൂടി മൃദുലമായിരിക്കും. പരിഹാസം കാണും, ട്രോളുകൾ കാണും ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ, പക്ഷെ അതിൽ അസഭ്യം കുറവായിരിക്കും. പക്ഷെ ഈ അസഭ്യവും നരേന്ദ്രമോദി മുട്ട് വിറച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ അസഭ്യം പറയാൻ പറ്റാത്തത് കൊണ്ട് ഏഷ്യാനെറ്റിലൊക്കെ സിന്ധു സൂര്യകുമാറിന് പച്ചയ്ക്ക് അസഭ്യം പറയാനൊക്കില്ല. ആഗ്രഹമുണ്ട്, ആ മുഖം കണ്ടാൽ അറിയാം. ഒരു 10 പറഞ്ഞിരുന്നെങ്കിൽ അങ്ങേരെ എൻ്റെ ആ കലിപ്പങ്ങോട്ട് തീർന്നേനെ എന്നുള്ള രീതിയിൽ നിന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ 12 വർഷങ്ങൾക്കുള്ളിൽ മോദിയുടെ ആദ്യ പരാജയമാണിത്. പാറ്റകൾ കാണിച്ചു, ഹിറ്റ് അടിച്ചു, പാറ്റകൾ സിക്സർ അടിച്ചു, പാറ്റകൾ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ശരി, അങ്ങേര് സമ്മതിച്ചു തരും, ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്നിട്ട് അഭിജിത് ദീപ്കയാണോ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായത്? അല്ലല്ലോ. സൗരവ് ദാസ് ആണോ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായത്? പോട്ടെ, ആന്തോളൻ ജീവി യോഗേന്ദ്ര യാദവ് ആണോ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായത്? അരവിന്ദ് കെജ്രിവാൾ ആണോ? അല്ല. പോട്ടെ, ആഗോള നേതാവായിട്ടുള്ള സ്ഥിരം ഭാവി പ്രധാനമന്ത്രി പപ്പുമോന്റെ മമ്മിയുമാണോ വിദ്യാഭ്യാസ മന്ത്രിയായത്? അല്ല. ഈ കമ്മലിട്ടവൻ പോയ കടുക്കനിട്ടവൻ വരുമെന്ന് പറഞ്ഞതുപോലെ RSSകാരൻ പോയപ്പോഴത്തേക്ക് വന്നതോ കടുത്ത RSSകാരൻ. പുള്ളി രാവിലെ ശാഖയിൽ പോയിട്ട് ഇനി മന്ത്രിമന്ദിരത്തിലേക്ക് വരുമെന്നാണ് ഇവന്മാരുടെ പേടി. രാവിലെ അല്ലെങ്കിൽ സായന്ന ശാഖയ്ക്കെങ്കിലും പുള്ളി പോകുമെന്നുള്ളതാണ് ഉറപ്പ്. പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പരാതി പറയാനായിട്ട് വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ PS മിക്കവാറും പറയും, അദ്ദേഹം സായന്ന ശാഖയ്ക്ക് പോയിരിക്കുകയാണ്, ഒന്ന് കാത്തിരിക്കൂ, ചായ എടുക്കാം, കഴിഞ്ഞു വരും അദ്ദേഹം എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളാണ് വന്നത്. ഇതാണ് നിങ്ങളുടെ വിജയമെങ്കിൽ ഇത്തരത്തിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് തുടർന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഞാൻ ആശംസിക്കുകയുള്ളൂ. തുടരെ നിങ്ങൾ ഇങ്ങനെയുള്ള വിജയങ്ങളിൽ ആഘോഷിച്ച് അഭിരമിച്ച് കഴിയണം. കാരണം അവസാനം നിങ്ങളിങ്ങനെ അഭിരമിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ചിക്ക് തൂക്കിയെടുത്ത് അറബിക്കടലിലേക്ക് കളയുവാൻ ഞങ്ങൾക്കും എളുപ്പമാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ദേശീയവാദികൾക്ക് ഞങ്ങളുടെ ജോലി എളുപ്പമാക്കി തരിക, ഇത്തരത്തിലുള്ള വിജയത്തിൽ അഭിരമിച്ച് തന്നെ കഴിയുക. ഈ സിന്ധു സൂര്യകുമാർ ഒരു വ്യക്തിയായിട്ട് മാത്രം ഞാൻ പറഞ്ഞതല്ല. അതിന് വിഷമമുണ്ടെങ്കിൽ വിനു വി ജോൺ ഉണ്ട്, നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. ഇനിയിപ്പോൾ മരംകുത്തി മുതലാളിയുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുതിരമട്ട റിപ്പോർട്ടർ ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ തത്വമയി ന്യൂസിലിരുന്ന് ഞാൻ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നു, പപ്പുമോൻ ഒരു പൊട്ടനാണെന്ന് പറയുന്നു. ഇത് എൻ്റെ അഭിപ്രായം തന്നെയാണ്, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നാളെ മനോരമയിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ അവർ വിലക്കെടുക്കുകയാണെന്ന് വെക്കുക, അവിടെ ചെന്നിരുന്ന് ഞാൻ നരേന്ദ്രമോദി പൊട്ടനും പപ്പുമോൻ മിടുക്കനുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഭിപ്രായ ചാഞ്ചാട്ടമുണ്ടല്ലോ, എന്റെ വ്യക്തിത്വമാണ് ഇല്ലാതാവുന്നത്, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ കുതിരമട്ട റിപ്പോർട്ടറും കാണിച്ചത്. 24 ഇരുന്നപ്പോഴത്തേക്ക് മരംകൊത്തി മുതലാളിയെ തലേക്കെട്ടും കെട്ടിയാണ് ചീത്ത വിളിച്ചത്, മരംകൊത്തിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മുതലാളി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസം അവരുടെ കാര്യത്തിൽ കാണും. അതുകൊണ്ട് ദേശീയവാദികളോട് എനിക്ക് പറയാനുള്ളത്, നാളെ കേരളത്തിലെ ജനങ്ങളുടെ മനപരിവർത്തനം ഉണ്ടായി അവർ ശരിയെ തിരിച്ചറിഞ്ഞ് BJP അധികാരത്തിലെത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുകയാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവില്ല, ഒരു വർഷം ഇവർ കാത്തിരിക്കും, ഇത് സ്ഥിരതയുള്ളൊരു സർക്കാരാണോ എന്ന് പരീക്ഷിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോണം, സിന്ധു സൂര്യകുമാറൊക്കെ പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, പുള്ളി ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത്? എന്താ നിങ്ങൾ കളിച്ച കളിയാണെന്നാണോ വിചാരിച്ചത്? ആ രീതിയിലായിരിക്കും ഇവർ വാർത്തയെ അവതരിപ്പിക്കുന്നത്. അത് ആരും പ്രതിഫലം കൊടുത്തിട്ടായിരിക്കില്ല. പ്രതിഫലം കിട്ടുമോ മറ്റേടത്തു നിന്ന് കിട്ടിയതുപോലെ? ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൽ ഈ ഒരു മാധ്യമങ്ങളെ വിലക്കെടുത്തത് വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പ്രേക്ഷകർ അതൊന്ന് കാണുക. ഒരു കാര്യം മറക്കണ്ട, പരാതിയുടെ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള തത്വമയുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാവുന്ന ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് മറന്നു പോകരുത്. കഴിയാവുന്ന അത്ര പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ഈ കിടുമണിക്കെതിരെ നൽകുക. പിന്നെ കിടുമണി എന്ന് വിളിക്കും, രാജ്യമൊക്കെ ഒന്ന് ചുറ്റി വരട്ടെ. അവസാനത്തെ പരാതികൾ UP യിൽ കൊടുക്കുക. കാരണം ബാബ കുറച്ച് ബിസിയാണ് ഇപ്പോൾ. കാരണം ഈ പാറ്റകളെ സമോസ കൂട്ടാനും പൊറോട്ട കഴിപ്പിക്കാനും പോയ ചിലവന്മാരെ കുഞ്ചിക്ക് തൂക്കിയെടുത്ത് തിഹാർ ജയിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ടൂർ പ്രോഗ്രാമിൽ, ഒരു വിസിൽ ടൂർ പ്രോഗ്രാമിലാണ് പുള്ളി. അത് എന്തായാലും അതവിടെ നടന്നോളും. അങ്ങനെയുള്ള ചെയ്യുക. ഈ ജാൻമണിയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി മറിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ച. അതിനെ ഒരു വശത്തേക്ക് ഇരുത്തിയിട്ട് ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് ഇരുന്നാൽ മതി, വണ്ടി താനെ മറിഞ്ഞോളൂ അപ്പുറത്തേക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ബോഡി ഷേമിങ്
അല്ല ബോഡി ഷേമിംഗ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇവർക്ക് ചെയ്യാമെങ്കിൽ തിരിച്ച് നമുക്കും ചെയ്യാം. ഇപ്പൊ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണല്ലോ. ഒന്ന് ഇവർ പറയുന്ന പ്രധാന കാര്യം, ഒന്ന് BJPക്ക് അല്ലെങ്കിൽ മോദി സർക്കാരിലുള്ളവർക്ക് വിദ്യാഭ്യാസമില്ല, ഇവർക്കെല്ലാം തികഞ്ഞ ആൾക്കാരാണ്. അതുപോലെ തന്നെ വിവരവും ഒന്നുമില്ല, വിവരവും വിദ്യാഭ്യാസം ഒന്നുമില്ല, നമുക്ക് അക്ഷരാഭ്യാസം ഇല്ല, നമുക്ക് ഏറ്റവും നമ്മള് കള്ളന്മാരാണ്, ഇങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള കമന്റുകൾ. ആ കൂട്ടത്തിലാണ് ഇത്. പക്ഷെ അവര് മാത്രം, BJP ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നല്ലത്. അങ്ങനെയുള്ള ഒരു രണ്ട് കാര്യങ്ങൾ തിരിച്ചു പറയാം. ഇതിന്റെ അകത്ത് തർക്കിക്കാനൊന്നും പോകണ്ട. രണ്ട് കാര്യങ്ങൾ മാത്രം പറയും. വിദ്യാഭ്യാസമില്ലാത്ത ചായ കച്ചവടക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ നടപ്പാക്കപ്പെട്ട സാങ്കേതിക വിദ്യകളും ആയുധ ശേഷിയിലുള്ള പരിഷ്കരണങ്ങളും വാങ്ങുവാനായിട്ട് രാജ്യങ്ങൾ ക്യൂ നിൽക്കുക. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം അതിൽ നിന്ന് എന്തിനേറെ അടുത്ത ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ ഹൈഡ്രജൻ ട്രെയിന്, അതുപോലെ വിക്രം 1 അതുപോലുള്ള സാങ്കേതിക വിദ്യകൾ അത് സ്വകാര്യ മേഖലയിൽ ISROയിൽ പരിശീലനം നൽകി ഇറക്കിപ്പെട്ടു. അപ്പോൾ ISRO നെഹ്റു ഉണ്ടാക്കിയതാണെന്ന് പറയും. നെഹ്റു ഉണ്ടാക്കിയതിന്റെ കഥ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സ്കൈ റൂട്ട് എന്ന് പറയുന്ന അടുത്ത സ്പേസ് എക്സ് പോലുള്ള ഒരു കമ്പനിയായിട്ട് അത് വളർന്നു വരുന്നില്ല എന്ന് ആര് കണ്ടു? ആദ്യത്തെ വിക്ഷേപണം തന്നെ, അതും 10 സെക്കൻഡ് ലോഞ്ച് പാഡിൽ നിന്നും ഉയരുന്നത് വിജയകരമായിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞ ആ വിക്ഷേപണം പരമാവധി ബഹിരാകാശത്തെത്തി പൂർണ്ണമായിട്ട് ഒരു റോക്കറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചാണ് ആ ദൗത്യം പൂർത്തീകരിച്ചത് വിജയകരമായിട്ട്. അത്തരത്തിലാണ് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയും എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം ഇല്ല എന്ന് ഇവർ ആരോപിക്കുന്നവരുടെ കീഴിൽ അറിവുണ്ട്, അത് മതി. രണ്ടാമത്തെ കാര്യം, കള്ളന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നേ വരെ മര്യാദയ്ക്കുള്ള ഒരു അഴിമതി ആരോപണം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കാൻ, അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ പേരിൽ ആരോപിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനി നിങ്ങളൊക്കെ ഇപ്പോൾ പഴയ ഓർത്ത് നുണയുന്ന ഒരു നല്ല കാലമുണ്ടല്ലോ, 2004 മുതൽ 2013 വരെയുള്ള UPA സർക്കാരിൻ്റെ കാലത്തുള്ള ആ നല്ല കാലത്ത് എത്ര മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് അഴിമതിയുടെ പേരിലെന്ന് നിങ്ങൾക്കറിയാമോ? രാജ മുതൽ ശശി തരൂർ വരെ. പലരും അത് മറന്നുപോയതാണ്. അതിന്റെയും കഥകൾ പുറകെ വരുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ഓർമ്മ വന്നു. ഇപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പൊ ഒരാൾ രാജിവെക്കുമ്പോൾ ഇനി തുടരെ രാജികൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം അടുത്തത് E20 നിതിൻ ഗഡ്കരി ആണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഓരോരോ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണെന്ന് പറയുന്നു. അങ്ങനെ ഓരോരോ വിക്കറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നും ഭയങ്കര വെല്ലുവിളിയാണ് ഈ CJPക്കാർ അല്ലെങ്കിൽ ഈ ജാൻമണി പോലുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചെയ്തു കാണിക്കൂ. അതിൻ്റെ അകത്ത് ഒരു തവണ ഈ പടയപ്പ സിനിമയിൽ രജനീകാന്തിന്റെ ഒരു ഡയലോഗുണ്ട്. ഇതിൽ പുള്ളിയുടെ മകളുടെ കാര്യത്തിൽ ഒരു അല്പം വിഷമിച്ച് ഷോൾ എടുത്ത് തോളിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് താഴെ വീഴും. അടുത്ത തവണ പുള്ളി ഇവരെല്ലാവരും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷോൾ എടുത്ത് ഇങ്ങനെ എറിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കറക്റ്റായിട്ട് വീണല്ലോ എന്ന് നിൽക്കുമ്പോൾ പുള്ളി പറയും, ഒരു വാട്ടി താൻ തവറും, ഒറ്റ തവണയെ തെറ്റൂ, ചെല്ല് അങ്ങോട്ട് ഇറക്കാൻ. അത് കൃത്യമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആളുടെ കാര്യമുണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും അമിത്ഷാ ഒന്നും മിണ്ടിയിട്ടില്ല. ഇന്ന് മിണ്ടിയിട്ടുണ്ട്. പദവിയല്ല, രാജ്യമാണ് പ്രധാനം എന്നുള്ള രീതിയിൽ. ഞങ്ങൾ കോപ്പിറൈറ്റിന് കേസ് കൊടുക്കാൻ പോവുകയാണത് അമിത്ഷാജിയുടെ പേരിൽ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡയലോഗാണ്. പക്ഷെ എന്തായാലും സന്തോഷമുണ്ട്. കാരണം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളത് ഈ പറയുന്നത് പോലെ അതൊരു സ്വയം സേവകന്റെ ഒരു ദേശീയവാദിയുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്നൊരു ഡയലോഗാണ്. അതിന് പേറ്റന്റും കോപ്പിറൈറ്റും ഒന്നുമില്ല. എല്ലാവരുടെയും മനസ്സിൽ അതേ വരികയുള്ളൂ. കാരണം പദവിയൊന്നുമല്ല, രാജ്യമാണ് പ്രധാനം. അദ്ദേഹം പറഞ്ഞത് BJPയുടെ മന്ത്രിമാർക്കെന്നല്ല, BJP പ്രവർത്തകർക്ക് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞതിൽ നിങ്ങൾ പദവിയല്ല പ്രധാനമെന്നുള്ളത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത് പ്രധാനമെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് എന്താണ് പ്രധാനമെന്നുള്ളത് അങ്ങേര് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇറക്കാൻ ചെല്ലു, അത് മനസ്സിലായിക്കുള്ളൂ. ആ ഭാഗം അങ്ങേര് വ്യക്തമാക്കി തരും. ഇപ്പോൾ യോഗി തന്നെ ഒരു സൈഡിൽ നിന്ന് വ്യക്തമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗിയും അമിത്ഷായുമായിട്ടൊരു ആശയവിനിമയം നടന്നിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടാണോ ഏതെങ്കിലും തരത്തിൽ അല്ലാതെ ഫോൺ വഴിയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ നിലവിളിയും നെഞ്ചത്തടിയും കരച്ചിലും പൊട്ടിക്കരച്ചിലും ഈ മണ്ണുവാരി പിന്നലും എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വരുന്നുണ്ട്. ജെൻസി പിള്ളേരായോണ്ട് കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് വിദ്യാർത്ഥികളായി ജെൻസി പിള്ളേർക്കൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പോക്രത്തരം കാണിച്ചാൽ അടി പാഴ്സലായിട്ട് കിട്ടും. ഇനി ഈ അഭിജിത് ദീപ്കയും സൗരവ് ദാസും അശുതോഷ് റാങ്കയും വിജയദാ ദാഹിയും നാളെ മറ്റെന്തെങ്കിലും പോക്രത്തരം കാണിച്ചാൽ ഈ കൊടുത്ത സൗജന്യം അവർക്കുണ്ടാകുമോ? ഒരു കാര്യത്തിലുമില്ല. ഈ കൊടുത്ത സൗജന്യം കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് രാജ്യത്ത് വലിയ കലാപങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി.
ആ സാഹചര്യത്തിൽ വന്നു പെട്ടതിന്റെ കലിപ്പും കൂടി അവിടെ തീർക്കും. മുറിവേറ്റ കൊമ്പൻ ഒരു തെങ്ങെങ്കിലും കുത്തിമറിക്കാതെ പോവില്ല, അതുറപ്പാണ്. മുറിവേറ്റ കൊമ്പൻ എന്ന് ഞാൻ പറയുന്നത്, മുറിവേറ്റത് നിങ്ങൾ പറയുന്ന ഒരു പരാജയത്തിന്റെ കാര്യത്തിലല്ല, രാജ്യത്തിന് വേണ്ടിയിട്ട് എത്ര മുറിവ് വേണമെങ്കിലും. കാരണം ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ വലിയ കലാപങ്ങൾക്കാണ് ഇവർ കോപ്പ് കൂട്ടി വെച്ചിരുന്നത്. അതെല്ലാം പിന്നെ ഇവിടുന്ന് കുറെ എണ്ണം പടുതയും കെട്ടി പറക്കി അങ്ങോട്ട് പോയിരുന്നു ഡിഫിക്കാര്. അടിസ്ഥാനപരമായിട്ട് ചുവന്ന കൊടി റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ലടാ, ഞങ്ങൾ ജന്തർ മന്ദറിലും പാറിക്കുമെന്നൊക്കെ പറഞ്ഞു ചെന്നിരുന്നു. ജന്തർ മന്ദറിലോട്ട് ചെന്നപ്പോൾ അവിടെ സമരപ്പന്തലും ഇല്ല, മാത്രമല്ല പോലീസുകാർ ലാത്തി എണ്ണയിട്ട് മിന്നിക്കുന്നു. മറ്റേ അരമണിക്കൂറും കൂടി കഴിഞ്ഞ് ഇവിടുന്ന് പോണം കേട്ടോ, ലാത്തിയൊക്കെ എണ്ണയിട്ട് മിന്നിക്കണം കണ്ടിട്ട്, അല്ല ഞങ്ങൾ MP, ആ ശരി അരമണിക്കൂറും കൂടി നിന്നോ, അത് കഴിഞ്ഞാൽ ഞങ്ങളെ MP-യെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അക്ഷരം മാറ്റി വിളിക്കും എന്ന രീതിയിൽ. ഇപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ CJP-ക്കാര് ഇപ്പൊ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഹ്ലാദമാണല്ലോ. ഇപ്പൊ ഈ ഇത് ചോദ്യപേപ്പർ ചോർച്ചയുടെ സംഭവം ഇപ്പൊ പഞ്ചാബില്, ജാർഖണ്ഡില്, കർണാടക, കേരളത്തില് PSC ക്രമക്കേടുകൾ, PSC ചോദ്യപേപ്പർ ചോർച്ച വന്നു. ഇവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? ഇവര് അക്കൗണ്ടബിലിറ്റി ആണല്ലോ ഇവര് പറയുന്നത്, മെയിൻ കാര്യം പറയുന്നത്. ഇപ്പോ ചാൻസ് ഉണ്ടോ ഇവർ വരുമോ? പക്ഷെ അതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും മാധ്യമപ്രവർത്തകർക്ക് മറുപടി കൊടുക്കുന്നില്ല. പറയാൻ സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. സ്റ്റോപ്പ് എന്ന് മാത്രമല്ല, ഈ സൗരവ്ദാസ് ആനന്ദരംഗനാഥന്റെ മുമ്പിൽ ചെന്ന് പെട്ടപ്പോൾ, ആനന്ദരംഗനാഥന്റെ പ്രേക്ഷകർക്ക് അറിയാമെന്ന് വിചാരിക്കും, ആനന്ദരംഗനാഥന്റെ മുമ്പിൽ ചെന്ന് പെട്ടിരുന്നു. ആ വീഡിയോ നോക്കട്ടെ, ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. സൗരവ്ദാസിനെ ഇതേ ചോദ്യം ചോദിച്ചു തന്നെ ആനന്ദരംഗനാഥൻ വലിച്ചു കീറി ചുവരിൽ ഒട്ടിക്കുന്നു. നമ്മുടെ ജെൻസിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് വീഡിയോ ഷെയർ ചെയ്യാം, ലഭ്യമാണെങ്കിൽ ഷെയർ ചെയ്യാം. അവരെന്തായാലും വരാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പഞ്ചാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചാബ് പോലീസ് അടിച്ച് പുറം. ഓപ്പോസിറ്റ് BJP അല്ല, ഇവരുടെ പിതൃത്വം വഹിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. കർണാടകയിലേക്ക് സിദ്ധരാമയ്യ ആയിരുന്നെങ്കിൽ പോലും സിദ്ധരാമയ്യക്ക് ചെറിയ കുത്തിത്തിരിപ്പുകൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി അവരെ ഉപയോഗിച്ചേനെ. DK ശിവകുമാറാണ്, ഒരു മയവും കാണൂല. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ, കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിന്റെ കാര്യം വളരെ രസമാണ്. എനിക്ക് തോന്നുന്നു ഈ പണ്ട് ഈ പോലീസുകാരുടെ കാര്യത്തിൽ പറയുമായിരുന്നു, നാട്ടിൽ വളരെ സാധുവായിട്ട് എല്ലാവരോടും വളരെ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു ആൾക്ക് പോലീസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കുപ്പായം ദേഹത്തേക്ക് കയറിയാൽ ഒരു കൈത്തരിപ്പാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കാരണഭൂതൻ 10 വർഷം അതിൽ ഇരുന്നതിന് ശേഷം ആരതിൽ കയറി ഇരുന്നാലും മുട്ടം കലിപ്പാണ്, എല്ലാത്തിനും പിടിച്ചകത്ത്. രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റിന്റെ താഴെ ഹഹ അടിച്ച അവന്റെ പേരിൽ കേസ്, ജാമ്യമില്ലാ വാറണ്ട്, UPA തുടങ്ങിയ കാര്യങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് വന്നിറങ്ങിയ ചിലപ്പോൾ ജീവനോടെ തിരിച്ചു പോകില്ല, വെടിവെച്ച് വന്നേക്കാൻ പറയും. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കട്ടെ, നമുക്ക് ക്ഷണിക്കാം. പിന്നെ ഒരു കാര്യം പറയാം, ആദ്യം അനീഷ പറഞ്ഞതുപോലെ പാറ്റകൾ നടത്തി ഈ സമരത്തിൽ വിജയിച്ചോ? അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ള തലത്തിൽ അത് വിജയിച്ചു. ഒരു കാര്യമുണ്ട്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. കാരണം പല കാര്യങ്ങളും പറഞ്ഞ അത് വേറൊരു രീതി വളച്ചൊടിച്ചാണല്ലോ എത്തിക്കുന്നത്. കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞു വിദ്യാർത്ഥികൾക്ക്. ഇന്ന് തന്നെ ഒരു സംഭവം, അഭിജിത് ദീപ്കെ ആശുപത്രിയിൽ നിന്ന് ലൈവ് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അഭിജിത് ദീപ്കെ മൈ ബെഡ്റൂം എന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിലാണോ അവന്റെ ബെഡ്റൂം? അതൊക്കെ വിടും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ പ്രധാന ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അതൊരു വിജയകരമായിട്ടുള്ള സമരം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇനി പറയാനുള്ളത് യുവമോർച്ചയോടും BJP-യോടും മറ്റ് വിദ്യാർത്ഥി പരിഷത്തിനോടുമാണ്. ആ സമരത്തിന്റെ മുറകളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. ആരായാലും വിജയികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഏതെങ്കിലും തരത്തിൽ വിജയം നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷോഭങ്ങളും സെക്രട്ടേറിയറ്റ് മാർച്ചും എല്ലാം നടത്തിക്കുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് സർക്കാരിൻ്റെ മുകളിൽ സമ്മർദ്ദമുണ്ടാക്കാവുന്ന സമരം എങ്ങനെ എവിടെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ പിന്നെ ടൂൾ കിറ്റ് ഉണ്ടാക്കുന്നേ സമരത്തിൽ. കാരണം നിങ്ങളുടെ സംഘടനാ ശക്തിയും സംഘടനാ ബലവും സംഘടനാ പ്രവർത്തകർക്കുള്ള ആത്മാർത്ഥതയും മഷിയിട്ട് നോക്കിയാൽ മറ്റു സംഘടനകളിൽ ഉണ്ടാവില്ല. ഉപയോഗിക്കൂ, അത് കൃത്യമായിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നേ. അടിസ്ഥാനപരമായിട്ട് ഭീകരവാദിയുടെ തോക്ക് ഒരു ദേശീയവാദിയുടെ കയ്യിൽ കിട്ടുന്നത് നല്ല കാര്യമാണ്. ആ തോക്ക് നിങ്ങൾ കയ്യിലെടുക്കൂ, ആ ആയുധം നിങ്ങൾ കയ്യിലെടുക്കൂ. അതിനുള്ള സംഘടനാ ബലവും സംഘടനാ ശക്തിയും ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണ്. കാരണം ഇതുപോലുള്ള ശക്തികളെ പ്രതിരോധിക്കുവാനും അത് അത്യാവശ്യമാണ്. അപ്പൊ പറഞ്ഞു വന്നത് മോദി ഫാഷിസ്റ്റ് അല്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ഫാഷിസ്റ്റ് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വണ്ടിമറിയൽ, ജുനൈദ് ഭായിയുടെ കൊണ്ടുപോകുന്ന പോലീസ് വണ്ടി മറിഞ്ഞാൽ അതിലൊരു അല്പം ആനന്ദം ഞങ്ങൾ കാണും. പിന്നെ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ട, കാരണം പുള്ളി ഹോറിഫൈഡ് ആവുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പുള്ളിക്ക് അർബാധിക്കാന്നേ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. വിധവാ ലാഭത്തിന്റെ കാര്യമൊന്നുമില്ല. എന്തായാലും കിടുമണിയുടെ കാര്യത്തിൽ
ഒരു തീരുമാനം വലിയ താമസമില്ലാതെ ഉണ്ടാകും എന്നുള്ള കാര്യം. കാരണം രാജ്യം മുഴുവൻ കറങ്ങാനും ഇഷ്ടമാണല്ലോ. രഞ്ജിനി ഹരിദാസിനെ കൂടെ വിളിച്ചോളുക. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇടിവണ്ടിക്കകത്ത് പറക്കിയിട്ടുണ്ടായിരിക്കും പോകുന്നത്. അതായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ അപ്പോഴും വിലാപം ഉണ്ടാകും. എന്തൊരു ക്രൂരത, എന്തൊരു വേട്ടയാടൽ എന്റെ നാഥ എന്നുള്ള വിളികളൊക്കെ ഇവിടുന്ന് വരും. അത് അങ്ങ് സഹിച്ചുകൊള്ളുക. വരും ദിവസങ്ങളിൽ എന്തായാലും കാത്തിരുന്ന് കാണാം. കാരണം കോൺഗ്രസ്സുകാര് പാർലമെന്റ് പ്രക്ഷുബ്ധ ആക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അമിത്ഷായുടെ രാജി വേണം എന്നാണ് പറയുന്നത്. നിതിൻ ഗഡ്കരി ഈ മറ്റേ ഇതിൽ പറയുന്നത് പോലെ, ബ്ലാക്ക് എന്ന സിനിമയിൽ പറയുന്നത് പോലെ, ഡാഷ് കുരിപ്പുകളുടെ ഓരോരോ ആഗ്രഹങ്ങളെ എന്ന് പറഞ്ഞാൽ ചെല്ലങ്ങോട്ട്. എന്തായാലും അത് തന്നെയാണ് ഈ വിഷയത്തിൽ പൊതുവെ പറയാനുള്ളത്. പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എന്തായാലും ജാൻമണിക്കെതിരെ നിയമ നടപടികളുമായിട്ട് എടുക്കുന്നു. പ്രേക്ഷകരത് മറക്കണ്ട. ഡ്രാഫ്റ്റ് നമ്മുടെ പരാതിയുടെ അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ് നിയമപരമായി തന്നെ തയ്യാറാക്കിയിട്ടുള്ള പരാതിയുടെ ഒരു പകർപ്പ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇത് ചെയ്യുക, വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ.